Hello guys, welcome to The Lit Nuke. So, today we are going to discuss a poem, The Wind Howl, written by Gerard Manley Hopkins. ജെറാർഡ് മാൻലി ഹോപ്കിൻസ് ഒരു ക്രിസ്ത്യൻ പുരോഹിതനും ഇംഗ്ലീഷ് പോയറ്റുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്ക്സ് ആണ് പൈറ്റ് ബ്യൂട്ടി, ഗോഡ്സ് ഗ്രാൻഡ്യുവർ, ദ വിൻഡ് ഹോൾ എന്നിവയെല്ലാം. ദ വിൻഡ് ഹോൾ എന്ന ഈ വർക്ക് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1877 ഇതൊരു പെട്രാർക്കൻ സോണറ്റാണ്. ഹോപ്കിൻസ് ക്രൈസ്റ്റിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ പോം എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു റിലീജിയസ് പോമാണ്. സോ നമ്മൾ ഇന്ന് ഈ പോയത്തിൻ്റെ ഒരു ഷോർട്ട് സമ്മറിയാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. പരുന്തിനോട് അല്ലെങ്കിൽ ഒരു ഫാൽക്കണിനോട് സാമ്യമുള്ള കെസ്ട്രൽ എന്ന പക്ഷിയെയാണ് ദ വിൻഡ് ഹോവർ അല്ലെങ്കിൽ വിൻഡ് ഹോവർ എന്ന് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ആകാശത്ത് ചലിക്കാതെ കാറ്റിൽ നിൽക്കാനുള്ള കഴിവുള്ളതുകൊണ്ടാണ് ഈ പക്ഷിയെ വിൻഡ് ഹോവർ എന്ന് പറയുന്നത്. ഈ പക്ഷിയിലൂടെ ദൈവത്തിൻ്റെ മജസ്റ്റിയെ പറ്റി പ്രൈസ് ചെയ്യുകയാണ് ഹോപ്കിൻസ്. ആദ്യത്തെ സ്റ്റാൻസയിൽ പോയിട്ട് താൻ അതിരാവിലെ കണ്ട ഒരു ഫാൽക്കണിനെ പറ്റി വർണ്ണിക്കുകയാണ്. ആ പക്ഷി ആകാശത്തിൽ വളരെ ഉയരത്തിൽ കാറ്റിനെ നിയന്ത്രിച്ചുകൊണ്ട് വളരെ ശക്തിയോടുകൂടി പറക്കുകയാണെന്നാണ് പറയുന്നത്. അത് എഫേർട്ട്ലെസ് ആയിട്ട് പറക്കുന്നത് കണ്ട് അഡ്മയർ ചെയ്തുകൊണ്ട് അതിനെ തന്നെ നോക്കി നിൽക്കുകയാണ് ഹോപ്കിൻസ്. കാറ്റിനെ നിയന്ത്രിച്ചു കൊണ്ട് പറക്കുന്ന ആ പക്ഷിയെ ഒരു ഹോഴ്സ് റൈഡറുമായിട്ട് കവി ഇവിടെ താരതമ്യം ചെയ്യുന്നുണ്ട്. അതായത് ഒരു ഹോഴ്സ് റൈഡർ എങ്ങനെയാണോ തൻ്റെ കുതിരയെ നിയന്ത്രിക്കുന്നത് അതുപോലെ കാറ്റിനെ നിയന്ത്രിച്ചു കൊണ്ടാണ് ഈ പക്ഷി ആകാശത്തിലൂടെ മുന്നേറുന്നത് എന്നാണ് ഹോപ്കിൻസ് ഇവിടെ പറയുന്നത്. ഫാൽക്കണിനെ അല്ലെങ്കിൽ ഈ പക്ഷിയെ ക്രൈസ്റ്റിൻ്റെ പ്രതീകമായിട്ടാണ് ഈ കവിതയിൽ ചിത്രീകരിച്ചിട്ടുള്ളത്. പക്ഷിയുടെ ഈ ഒരു ശക്തിയും അതിൻ്റെ ഈ ഒരു സൗന്ദര്യവും കാറ്റിനെ നിയന്ത്രിക്കാനുള്ള കഴിവും എല്ലാം ക്രൈസ്റ്റിൻ്റെ ദൈവിക ശക്തിയെ സൂചിപ്പിക്കുന്നുണ്ട് എന്നാണ് ഹോപ്കിൻസ് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റാൻസയിൽ കവി ആ പക്ഷിയെ ബ്രൂട്ട് ബ്യൂട്ടി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. നമുക്കറിയാം ബ്രൂട്ട് ബ്യൂട്ടി ഈ രണ്ട് വേർഡ്സ് തമ്മിലൊരു വൈരുദ്ധ്യമുള്ള വേർഡ്സാണ്. അപ്പോൾ നമുക്കറിയാം ഫാൽക്കൺ അല്ലെങ്കിൽ പരുന്ത് പോലുള്ള ഒരു പക്ഷി ഒരിക്കലും വളരെ സൗമ്യ സ്വഭാവമുള്ള ഒരു പക്ഷിയല്ല. അത് തൻ്റെ ഇരയെ ആക്രമിച്ച് കീഴടക്കുന്ന സ്വഭാവമുള്ള ഒരു പക്ഷിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊരു ക്രൂര സ്വഭാവം അവിടെ ഉണ്ട്. എന്നാൽ ഹോപ്കിൻസ് ഇവിടെ പറയുവാണ് ആ ഒരു ക്രൂര സ്വഭാവത്തിലും അതിന് അതിൻ്റേതായൊരു ഭംഗിയും പ്രൗഢിയും ഒക്കെ ഉണ്ട് എന്ന്. ആ പക്ഷിയുടെ ശക്തിയെയും സൗന്ദര്യത്തെയും അതിൻ്റെ കറേജിനെയും അതിന് ചെയ്യുന്ന ആക്ടിനെയും ഒക്കെ ഈ കവിതയിൽ വളരെ നല്ല രീതിയിൽ തന്നെ ഹോപ്കിൻസ് പ്രൈസ് ചെയ്യുന്നുണ്ട്. പിന്നീട് പറയുകയാണ് ഈ പക്ഷി ആകാശത്തിൻ്റെ ഉയരങ്ങളിൽ നിന്നും ഭൂമിയിലേക്ക് അല്ലെങ്കിൽ താഴേക്ക് പറക്കുന്ന സമയത്ത് അതിൽ നിന്നും വരുന്ന ഫയർ എത്രയോ ഭീകരവും അതിലേറെ മനോഹരവുമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പക്ഷിയുടെ താഴേക്കുള്ള ഈ വരവ് സിംബലൈസ് ചെയ്യുന്നത് ക്രൈസ്റ്റിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ അല്ലെങ്കിൽ ക്രൈസ്റ്റ് ഭൂമിയിലേക്ക് വരുന്നതിനെയാണ്. പിന്നീട് ഹോപ്കിൻസ് പറയുകയാണ് വിൻഡ് ഹോവറിനെ കാണുമ്പോൾ എനിക്ക് വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം അതിനെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവമാണ്. ദൈവം സൃഷ്ടിച്ച എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു ബ്യൂട്ടിയും പവറും എന്തായാലും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ പക്ഷി ഇത്രയും പവർഫുൾ ആയതുകൊണ്ട് എനിക്ക് വലിയ അത്ഭുതമൊന്നുമില്ലെന്നാണ് ഹോപ്കിൻസ് ഇവിടെ പറയുന്നത്. സോ വെറും ഒരു പക്ഷിയായ വിൻഡ് ഹോവർ ഇത്രയും പവർഫുള്ളായി മാറിയത് ദൈവത്തിൻ്റെ ഈ ഒരു കൃപ കൊണ്ടാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി കൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. സോ ഈ കവിതയിലൂടെ സാധാരണ ഒരു പക്ഷിയെ കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു പരുന്ത് അല്ലെങ്കിൽ ഒരു ഫാൽക്കണെ സിംബലൈസ് ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ ശക്തിയെയും കഴിവിനെയും പറ്റി വർണ്ണിക്കുകയാണ് ഹോപ്കിൻസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ കവിതയുടെ ഒരു ഷോർട്ട് സമ്മറി എന്ന് പറയുന്നത്. ഇവിടെ കവി ഈ പക്ഷിയിലൂടെ ക്രൈസ്റ്റിനെയാണ് സിംബോളിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നത്.
സോ ഇത്രയേ ഉള്ളൂ ഈ പോത്തിൻ്റെ ഒരു ഷോർട്ട് സമ്മറി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഈ ബേർഡ് അല്ലെങ്കിൽ ഈ പക്ഷി സിംബോളിക്കലി റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്രൈസ്റ്റിനെയാണ്. അതുപോലെ ഇവിടെ വിൻഡ് നമ്മൾ പറഞ്ഞു, ഈ പക്ഷി ആകാശത്തിലൂടെ പറക്കുന്ന സമയത്ത് അത് കാറ്റിനെ നിയന്ത്രിച്ചു കൊണ്ടാണ് പറക്കുന്നത്. ആ കഴിവിനെ അല്ലെങ്കിൽ ഈ പക്ഷി കാറ്റിനെ നിയന്ത്രിച്ചുകൊണ്ട് പറക്കുന്നത് ഇവിടെ ഹോപ്കിൻസ് ഒരു ഹോഴ്സ് റൈഡർ തൻ്റെ ഹോഴ്സിനെ കൺട്രോൾ ചെയ്യുന്നതുമായിട്ട് താരതമ്യപ്പെടുത്തുന്നുണ്ടായിരുന്നു. അപ്പം ഈ വിൻഡിനെ കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ വിൻഡിനെ നമുക്ക് ഈ വഴിയിലുള്ള തടസ്സങ്ങളായിട്ട് അല്ലെങ്കിൽ തിന്മയായിട്ട് പറയാൻ പറ്റും. കാരണം ഈ തിന്മയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ക്രൈസ്റ്റ് മുന്നോട്ട് വന്നിട്ടുള്ളത്. സോ ഈ വിൻഡിനെ നമുക്ക് തിന്മയായിട്ട് കൺസിഡർ ചെയ്യാം. അതുപോലെ ഈ പക്ഷി ഏറ്റവും ഉയരത്തിൽ നിന്നും പിന്നീട് താഴേക്ക് പറക്കുന്ന സമയത്ത് അതിൽ നിന്നും വരുന്ന ഒരു ഫയർ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പം ഈ പക്ഷിയുടെ മുകളിൽ നിന്നും താഴേക്കുള്ള ഈ വരവിനെ നമുക്ക് ക്രൈസ്റ്റിൻ്റെ ഉയർത്തെഴുന്നേൽപ്പുമായിട്ട് പറയാൻ പറ്റും. അപ്പം ഈ പക്ഷിയുടെ മുകളിൽ നിന്നും താഴേക്കുള്ള വരവ് സിംബലൈസ് ചെയ്യുന്നത് ഈ ക്രൈസ്റ്റിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെയാണ്. ഇവിടെ ഈ പക്ഷിയെ ഹോപ്കിൻസ് ബ്രൂട്ട് ബ്യൂട്ടി എന്നും ഷിവാലിയർ എന്നൊക്കെ പറഞ്ഞ് അഡ്രസ്സ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. സോ ഇത്രയേ ഉള്ളൂ ഈ പോത്തിൻ്റെ ഒരു ഷോർട്ട് സമ്മറി. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.